നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമാജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യാകാന്ഡത്തിലെ വാൽമീകിയുടെ ആത്മകഥയുടെ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്മഹനാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനിടോ. ദുർമതി ഞാൻ കിരാതനന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രാദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായോരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം തുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ടത്വയാ കർത്തവ്യമത്രേക്കും ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജാ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ. മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം മുര ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം തിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൻ ഉത്തരമായവരെന്നോട് ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമത്രേ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോതരം. താപസന്മാർ ചെന്നു താപേന
താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനാൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തഃകരണവും തെക്വാധനുശ്വരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠത്തെ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജനസംഗമം നദ്വിജാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാതമനിവൻ ദിവ്യജനത്താലുപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്തമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാൻ. നിത്യം മരാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനർ ഇങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാൻ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരെഴുന്നള്ളിനാൻ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ. നിർഗമിച്ചിടിനേനാശുനാകുതരാൽ വൽമീക മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താൻ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹു ലാമാംനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു. മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണവിപുണ ത്രിദശകുലപതേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോക്ഷകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാനന്തികെ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാം മുനി ചിത്രകൂടാചല ഗംഗയോരനന്തരം. ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെയിരിക്കെന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജ ചെന്നയോധ്യപൂക്കീടിനാൻ. വസ്ത്രേണ വക്രവുമച്ചാദ്യ കണ്ണുനീർ അർത്ഥ്യത്വമിറ്റിറ്റു വീണു. തുടച്ചുമത്തേരും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ. മാർത്താണ്ഡ ഗോത്രജാതോത്വം സമേ ജയ
ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചും. ലക്ഷ്മീ സമയായ ജാനകീദേവിയും ഹാ രാമാഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരീജലോചനാ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നിൽ എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയി തവാജ്ഞയാ. ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹി ചക്കുമാരന്മാർ ജടയും ധരിച്ചതു. പിന്നെ രഘൂത്തമനെന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും വലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദമന്ദം. അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണികരേറി ഗുഹനോടു കൂടവേ. പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നങ്ങിറങ്ങിപ്പോയ്പോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നോ. മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാപിയന്തു പിഴച്ചിതു ദൈവമേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിൻ എന്തൊരു കാരണം? ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാത മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനീ തീരെ വനാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ. കുംഭേന വെള്ളമൻപോടു മുക്കുംബിതോ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു. കുംഭി തുമ്പിക്കൈയിലംബോകമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്തായ ചാപേ ദൃഢമയച്ചിടിനിൻ. ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല കേന വാഹന്ത ഹദോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ.
ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതിപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിപാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാൽ അവൻ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു. പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനുമിന്നു കമറന്നു കളഞ്ഞിതോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാപലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസജധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവീരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലവും അവനെന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കൂ പർണശാലാന്തേ വിശന്ന ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയനവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടും മകനുടൽ കാട്ടിനിൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം. പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദോഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാൻ. വൃദ്ധതബോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമാഹ പുത്രാഹാ സീതേ ജനകജേ, നിങ്ങളെയും പിരിഞ്ഞനൻ മരണം പുനർ ഇങ്ങനെ വന്നതു
കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കുസുരാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അങ്ങനെ വാൽമീകിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ പുത്രധാരാദികൾ ഭാര്യ മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചും ഒക്കെയാണ് ഭാര്യയെയും മക്കളെയും പോറ്റുന്നത്. അങ്ങനെ സപ്തർഷികൾ വന്ന് ചോദിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. അവസാനം പറയുന്നുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ ജീവിതത്തിൽ അവരവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. അതനുഭവിച്ചുകൊണ്ടേ ഈ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് അനശ്വരരായ തപസ്വികളുടെയും ബന്ധം നിമിത്തം എൻ്റെ മനസ്സ് ശുദ്ധമായി, അങ്ങനെ ആ വാക്ക് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയും അങ്ങനെ താപസശ്രേഷ്ഠന്മാർ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ മന്ത്രം പറഞ്ഞു കൊടുത്തതിന് ശേഷം അമ്പും വില്ലും ഒക്കെ ദൂരെ ഉപേക്ഷിച്ച് ഞാൻ അനേകം കാലം മന്ത്രം ജപിച്ചിരുന്നു എന്നും അങ്ങനെ പിന്നീട് താമസേന്ദ്രന്മാർ തിരിച്ചെഴുന്നള്ളുന്നത് വരെ നാമം ജപിച്ചിരിക്കാൻ പറഞ്ഞു. തിരിച്ചവർ വരുന്നവരെ നാമം ജപിച്ചിരിക്കുകയും അങ്ങനെ വൽമീകം പുറ്റിൽ നിന്ന് വീണ്ടും ജനിച്ചതുകൊണ്ട് വാൽമീകി മഹർഷി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നൊരു ഭാഗവും. തസ്യ ചിത്തേ ജനകാത്മജയാസമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ, സന്തത്യഭ്യാസദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദ സേവാരതാത്മനാം, സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം, അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണീദയാവാരിതേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ ഗുഹാസംഗമ ആ ഭാഗത്തിലാണ് നമ്മൾ വായിച്ചത്. അവിടെ ധാരാളം കഥാതത്വങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാൽമീകിയുടെ ആശ്രമ പ്രവേശവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ജനനം, അതുപോലെ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമെല്ലാം ശരീരത്തിനേ ഉള്ളൂ. പിന്നെയോ വിശപ്പ്, ദാഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരനെ ഭജിക്കുന്നവരുടെ മനസ്സ് ഭഗവാൻ അഥവാ ക്ഷേത്രത്തിന് തുല്യമാണ്. അത് സുഖവാസായ മന്ദിരം, അത് സുഖമായി വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വിജ്ഞാനമൂർത്തിയും വേദാന്തവേദ്യനും അനന്തനും ഏകനും ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുന്നവനും ആദ്യനും ഈ ലോകത്തിൻ്റെ കാരണക്കാരനും ശബ്ദ ബ്രഹ്മസ്വരൂപനും പരബ്രഹ്മരൂപിയും നാശമില്ലാത്തവനും സകലതിൻ്റെ ഉള്ളിൽ വസിക്കുന്നവനും എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവനും ആയ ആ വാസുദേവന് ഭക്തർക്ക് വരം നൽകുന്നവനും ശ്രേഷ്ഠനുമായ അങ്ങയെ ആരൊരാൾ സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിൽ സദാ ദർശിക്കുന്നുവോ, അഥവാ ഈ കാണുന്നതിലൊക്കെ ആരാണോ ഭഗവാനെ ഈശ്വരനെ ദർശിക്കാൻ വേണ്ടി സാധിക്കുന്ന അവരുടെ മനസ്സ് സീതാസമേതനായി വസിക്കുവാൻ അല്ലയോ ശ്രീപദേ അങ്ങയ്ക്ക് യോജിച്ച മന്ദിരം അതാണ്. അതുകൊണ്ട് അഭീഷ്ടങ്ങളും ചിന്താമണിയും കാരുണ്യവാരിധിയുമായ ഭഗവാനെ നിരന്തരമായ യോഗ പരിശീലനത്തിൽ ഉറച്ച മനസ്സുള്ളവരും എല്ലായ്പ്പോഴും അങ്ങയുടെ പാദസേവയിൽ തൽപരരും അങ്ങയുടെ നാമജപ മന്ത്രം കൊണ്ട് ശുദ്ധവും സന്തോഷവുമുള്ള മനസ്സുള്ളവരും ഭക്തി കൊണ്ട് അലിഞ്ഞ ഹൃദയമുള്ളവരുമായ ഭക്തരുടെ ഉള്ളിൽ അങ്ങ് വസിക്കണമെന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചിട്ടുള്ളത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ.